സമൂഹ മാധ്യമ ദുരുപയോഗം വ്യാപകമാകുമ്പോൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാൻ കടുത്ത നടപടികളെന്ന ആവശ്യം ശക്തമാവുകയാണ്. ബോബി ചെമ്മണ്ണൂരിന് സമാനമായി എല്ലാ കേസുകളിലും കുറ്റവാളികളെ അഴിക്കുള്ളിലാക്കാൻ പോലീസ് നടപടികൾ ഉണ്ടാകണമെന്നാണ് ആവശ്യം. സൈബർ കുറ്റകൃത്യങ്ങളിലെ പരാതികളിൽ പലപ്പോഴും ഊർജിത അന്വേഷണങ്ങൾ ഉണ്ടാകാറില്ല. നടി ഹണി റോസ് വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ നൽകിയ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ വാഹനം വളഞ്ഞ് പിടികൂടുകയും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തുകയും എല്ലാം ചെയ്തപ്പോൾ ഇതേ നീതി സമൂഹമാധ്യമ പോസ്റ്റുകളിലൂടെയുള്ള വ്യക്തിഹത്യകൾ, സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ, സ്ത്രീത്വത്തെ അവഹേളിക്കൽ എന്നിവ ചൂണ്ടിക്കാട്ടി ഉയരുന്ന മറ്റു പരാതികളിലൊന്നും അതിവേഗത്തിലുള്ള നടപടികൾ ഉണ്ടാകാറില്ല. ഭാരതീയ ന്യായ സംഹിതയിലെയും IT വകുപ്പുകളുമെല്ലാം ചുമത്തിയുള്ള കേസും പഴുതടച്ച പ്രോസിക്യൂഷൻ വാദങ്ങളുമാണ് ബോബി ചെമ്മണ്ണൂരിനെ അഴിക്കുള്ളിലാക്കിയതെങ്കിൽ പലപ്പോഴും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തപ്പെടാറുള്ളത്. സൈബർ ഇടങ്ങളിലെ കടന്നുകയറ്റങ്ങളിലും ഭീഷണികളിലുമെല്ലാമുള്ള പരാതികളിലും സൈബർ പോലീസിൽ നൽകുന്ന പരാതികളിൽ ചിലതിലൊഴികെ അന്വേഷണങ്ങൾ ഇഴഞ്ഞാണ് നീങ്ങുന്നത്. ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്ത പോലീസ് സൈബർ ഫോറൻസിക് പരിശോധനയ്ക്കും അയക്കും. അശ്ലീല കമന്റുകൾ ഇട്ടവർക്കെതിരെയും കേസുകൾ എടുത്തിരുന്നു. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഒരു താക്കീതാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ജയിൽവാസം. ജനം, കൊച്ചി.